സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് ആൻഡ് എറർ അനാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ തെറ്റ്. പക്ഷെ നമ്മൾ ഫിസിക്സിൽ പറയുമ്പം എറേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂവിൽ നിന്ന് എന്തുമാത്രം വ്യത്യാസമാണ് മെഷേർഡ് വാല്യൂ. അപ്പോൾ എറേഴ്സ് എന്താണെന്ന് വെച്ചാൽ ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് മാത്തമാറ്റിക്കലി നമുക്കൊന്ന് റെപ്രസെൻ്റ് ചെയ്യണം. ഞാനിപ്പം ഒരു മെഷർമെൻറ്റ് നടത്തിയപ്പം എക്സ് ആണ് കിട്ടിയത്. അതിൽ എറർ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ്. ഇനിയും ഇതിനൊരു ട്രൂ വാല്യൂ ഉണ്ട്, അതായത് ബെസ്റ്റ് വാല്യൂ. അതിനെ ഞാൻ ക്യാപിറ്റൽ എസ് എന്ന് വിളിക്കുവാണ്. അപ്പം എറർ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ട്രൂ വാല്യൂവിൻ്റെയും മെഷേർഡ് വാല്യൂവിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബെസ്റ്റ് വാല്യൂവിനെ എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് എക്സ്, അല്ലെങ്കിൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ഈ ഒരു രൂപത്തിലായിരിക്കും എക്സാമിനൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് നമ്മൾ മെഷേർഡ് വാല്യൂ ആണ്, ഇതെന്ന് പറയുന്നത് എററാണ്. പ്ലസ് ഓർ മൈനസും കൂടെ കാണിക്കുമായിരിക്കും അവിടെ. കാരണം ഇപ്പം 100 പ്ലസ് ഓർ മൈനസ് 2 ആണെന്ന് വിചാരിച്ചോ. 100 പ്ലസ് ഓർ മൈനസ് 2 എന്നാണ് എക്സാമിന് തരുന്നതെങ്കിൽ ഇതിൻ്റെ എന്നാ പറയുന്നത്, ഒരു ചതുരത്തിൻ്റെ ലെങ്തൊക്കെ ആയിരിക്കും 100 പ്ലസ് ഓർ മൈനസ് 2 എന്നൊക്കെ തരുന്നത്. അങ്ങനെ തരുവാണെങ്കിൽ ഈ ലെങ്തിൻ്റെ കറക്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ 100 പ്ലസ് 2 ആകാം, അല്ലെ 100 മൈനസ് 2 ആകാം. ആ ഒരു അർത്ഥമേ ഈ പ്ലസ് ഓർ മൈനസ് എന്ന് ഉദ്ദേശിക്കുന്നു. നമ്മളിപ്പം എറർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ റെപ്രസെൻറ്റേഷനും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ടൈപ്പുകളിലോട്ട് കിടക്കാം. ടൈപ്സ് ഓഫ് എറേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി 2 തരം എററുകളാണ് ഉള്ളത്. ഒന്ന് റാൻഡം എററും, രണ്ടാമത് സിസ്റ്റമാറ്റിക് എററും. ഈ റാൻഡം എററിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സിസ്റ്റമാറ്റിക് എററിനെ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പം ഈ സിസ്റ്റമാറ്റിക് എറേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലീസ്റ്റ് കൗണ്ട് എററും, എൻവയോൺമെൻറ്റൽ എറർ, പേഴ്സണൽ എറർ, പിന്നെ ഇൻസ്ട്രുമെൻ്റ്. ഇതാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ഡിസൈൻ ചെയ്ത സമയത്തുണ്ടാകുന്ന എററാണ്. അതാണിപ്പോൾ ഈ സ്ക്രൂ ഗേജ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ ഈ സീറോ കറക്ഷനൊക്കെ ചെയ്യത്തില്ലേ, അതാണ്. പിന്നെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്കെയിലിൽ സ്മോളസ്റ്റ് ഡിവിഷനാണ്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ഡിവിഷൻ ഏതാണ്, അതാണ് ലീസ്റ്റ് കൗണ്ട്. ഇപ്പം നമ്മളൊരു സ്കെയിൽ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഒരു സെൻറ്റിമീറ്ററിനകത്ത് 10 ഡിവിഷനുണ്ട് അല്ലേ. അപ്പോൾ ആ 10ൽ 1 ആ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട്. അടുത്ത എൻവയോൺമെൻറ്റൽ എറർ. എൻവയോൺമെൻറ്റൽ എറർ എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക് എററാണ് അല്ലേ, സിസ്റ്റമാറ്റിക് എററാണ്. ഇപ്പം നമ്മളുടെ കയ്യിൽ ഒരു മെറ്റാലിക് സ്കെയിൽ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ നമ്മൾ ഒരു ഈ സ്കെച്ച് പേനയുടെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യണം. അങ്ങനെ മെഷർ ചെയ്തപ്പോൾ എനിക്കൊരു 15 സെൻറ്റിമീറ്റർ കിട്ടിയെന്ന് വിചാരിച്ചോ. അത് കഴിഞ്ഞ് നമ്മൾ ചില ചൂട് കൂടിയ സ്ഥലത്ത് നമ്മൾ ചെല്ലുന്നു, അവിടെ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്നു. അവിടെ മെഷർ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്നറിയാമോ, ഈ സ്കെയില് എക്സ്പാൻഡ് ചെയ്യും, തെർമൽ എക്സ്പാൻഷൻ നടക്കും. അപ്പം നമുക്ക് അതിൽ കുറവുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഇനി തണുത്ത പ്രദേശത്ത് ചെല്ലുമെന്ന് വിചാരിച്ചോ, ഇപ്പം പോളാർ ഐസ് അവിടെയൊക്കെ ചെന്ന് മെഷർ ചെയ്യുമെന്ന് വിചാരിച്ചോ, അവിടെ തെർമൽ കോൺട്രാക്ഷൻ നടക്കും, അവിടെയും എറേഴ്സ് ഉണ്ടാകും. അപ്പോൾ അതാണ് എൻവയോൺമെൻറ്റൽ എറർ. എൻവയോൺമെൻറ്റൽ എറർ എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് എററാണ്, കോസ്ഡ് ബൈ ദ ചേഞ്ച് ഇൻ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. അത്രേ ഉള്ളൂ. ഇനി അടുത്ത പേഴ്സണൽ എറർ. പേഴ്സണൽ എററിന് ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് പാരലാക്സ് എററാണ്. അപ്പം എറർ ഡ്യൂ ടു പാരലാക്സ്. ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം. ഈ ഒരു പെൻസിൽ ഞാൻ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്
ഞാൻ ഒരു ഫിക്സ്ഡ് ഡിസ്റ്റൻസിലാണ് ഈ പെൻസിലിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കണ്ണടയ്ക്കുന്നു, എന്നിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ നോക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത കണ്ണ് വെച്ച് നോക്കുമ്പം എനിക്ക് ചെറിയൊരു ഷിഫ്റ്റ് അനുഭവപ്പെടും. അതായത് ഞാൻ രണ്ട് കണ്ട് നോക്കുമ്പോഴും ഒരു കണ്ണ് അടച്ചിട്ട് നോക്കുമ്പോഴും മറ്റേ ആ കണ്ണ് അടച്ചിട്ട് നോക്കുമ്പോഴുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ട്. അതാണ് എറർ ഡ്യൂ ടു പാരലാക്സ്. എറേഴ്സിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പ്രസിഷനും ആക്യുറസിയും നോക്കാം. പ്രസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു സ്കെച്ച് പെയിൻ എടുത്തെന്ന് വിചാരിച്ചോ, ഇതിൻ്റെ ലെങ്ത് ഞാൻ എടുക്കുന്നു. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വാല്യൂസ് എന്ന് പറയുമ്പം 15 നമ്മളിപ്പം മെഷർമെൻ്റ് എടുത്തപ്പോൾ ആദ്യം എടുത്തു 14.9, പിന്നീട് കിട്ടി 15.1, 14.8, അങ്ങനെ 3 വാല്യൂസൊക്കെ എടുത്ത് തൽക്കാലത്തേക്ക് 5-6 വാല്യൂസൊക്കെ എടുക്കാം. തൽക്കാലം ഞാനിപ്പോൾ 3 വാല്യൂസ് എടുക്കുന്നു. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം 15നോട് അടുത്ത് നിൽക്കുന്ന വാല്യൂസാണ്. അപ്പം ഈ വാല്യൂസിന് നല്ല പ്രസിഷൻ ഉണ്ടെന്ന് ഞാൻ പറയും. അതായത് എടുത്തിരിക്കുന്ന മെഷർമെൻറ്റുകൾ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല എങ്കിൽ അത് പ്രസിഷൻ. ഓക്കെ, അപ്പം ബൈ ഡെഫിനിഷൻ ഇതാണ് ആക്യുറസിയും പ്രസിഷനും. ആക്യുറസി എന്ന് പറയുമ്പം ഹൗ ക്ലോസ് ടു ദ മെഷേർഡ് വാല്യൂ. പ്രസിഷൻ എന്ന് പറയുമ്പം കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ലീസ്റ്റ് കൗണ്ട് എന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂസ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ വാല്യൂസ് 15.1, 14.9 അതൊക്കെ ഇല്ലേ, അതൊക്കെ ആണ് ഉദ്ദേശിക്കുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് എറേഴ്സ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുമ്പം അപ്പം നമുക്ക് കുറച്ച് വാല്യൂസ് എടുക്കുക. അതായത് ഞാൻ കുറേ മെഷർ ചെയ്തു ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ. അങ്ങനെ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്തപ്പം എനിക്ക് 15 സെൻറ്റിമീറ്റർ, 14 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ, അങ്ങനെ 3 വാല്യൂസ് ഇട്ടിരിക്കുകയാണ്. ഞാൻ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂസ് എന്ന് പറയുന്നത്, ഞാൻ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നു. അതായത് ഈ സ്കെച്ച് പേനയുടെ നീളം തന്നെയാണ് ഞാൻ ഇവിടെ. അപ്പം ആബ്സല്യൂട്ട് എറർ നോക്കുമ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാം. ഞാൻ ഈ സ്കെയിലിൽ ഈ സ്കെച്ചിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നു. മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ വാല്യൂസ്. ഇനിയും ഇതിൻ്റെ മീൻ ആണ് നമ്മുടെ ട്രൂ വാല്യൂ എന്ന് പറയുന്ന സാധനം. ആവറേജ് ചെയ്ത് കഴിയുമ്പം എനിക്ക് 14.96, റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ 15 തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ ട്രൂ വാല്യൂ. ഇനിയും ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. ആബ്സല്യൂട്ട് എറർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഇവിടെ ഓരോ മെഷർമെൻറ്റ് എടുത്തില്ലേ, ആ ഓരോ മെഷർമെൻറ്റ് ഇതിന്ന് കുറച്ചാൽ മതി. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഇവിടെ എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ വരുമല്ലോ, ഇവിടെ മൈനസ് സൈൻ വരും. അല്ല, ഇത് രണ്ടൊന്നും തന്നെയാണ്, മൈനസ് സൈൻ വരും. പക്ഷേ എറർ നമ്മൾ കണക്കാക്കുമ്പം ഇവിടെ മൈനസ് സൈൻ കൂട്ടാറില്ല. കാരണം എറർ എന്ന് പറയുമ്പം ട്രൂ വാല്യൂവിൻ്റെയും മെഷേർഡ് വാല്യൂവിൻ്റെയും ഡിഫറൻസ് മാത്രമാണ്. ട്രൂ വാല്യൂവിൻ്റെയും മെഷേർഡ് വാല്യൂസിൻ്റെ ഡിഫറൻസ് മാത്രമാണ്. അപ്പോൾ അവിടെ നെഗറ്റീവ് സൈന് വേണ്ട, അല്ല സൈനിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആബ്സല്യൂട്ട് എററിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്താലോ. ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് A1, A2, A3 എക്സെട്ര AN എന്ന് പറയുന്ന കുറേ മെഷേർഡ് വാല്യൂസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുമ്പം A മീൻ മൈനസ് AI, എന്നിട്ട് ഇതിൻ്റെ മോഡുലസ് എടുക്കണം. കാരണം നമ്മളിവിടെ സൈൻ എടുക്കുന്നില്ല. നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആവണം, അതിനാണ് ഈ മോഡുലസ്. A മീൻ നമുക്കറിയാം A1 + A2 + എക്സെട്ര AN ഡിവൈഡഡ് ബൈ N ആണ്. എന്താണ് ഈ I? ഈ A1, A2, A3 ഈ 1, 2, 3 ആണ്.
ഐയുടെ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ആബ്സല്യൂട്ട് എറർ കഴിഞ്ഞു. മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. ഇപ്പം നമ്മൾ ആബ്സല്യൂട്ട് എറേഴ്സ് കണ്ടുപിടിച്ചല്ലോ, ഇതിൻ്റെ ആബ്സല്യൂട്ട് എറർ, ഇതിൻ്റെ ആബ്സല്യൂട്ട്, അങ്ങനെ എല്ലാത്തിൻ്റെയും ഇൻഡിവിജ്വൽ ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചല്ലോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മീൻ എടുത്താൽ മതി. അതായത് ഇതിൻ്റെ ആബ്സല്യൂട്ട് എററിനെ നമുക്ക് ഡെൽറ്റ എ എന്ന് കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുമ്പോൾ സിഗ്മ എ ഐ വേർ ഐ ഈസ് ഈക്വൽ ടു 1 to n ഡിവൈഡഡ് ബൈ n. ഇതാണ് എന്ത് പറയുന്നത് മീൻ ആബ്സല്യൂട്ട് എറർ. റിലേറ്റീവ് എറർ എന്ന് പറയുമ്പോൾ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന സംഭവമാണ്. അതായത് റിലേറ്റീവ് എറർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ആബ്സല്യൂട്ട് എറർ ടു ദ ട്രൂ വാല്യൂ. അതായത് ആബ്സല്യൂട്ട് എറർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എ ആണെന്ന് വിചാരിച്ചോ. ആബ്സല്യൂട്ട് എറർ എ എം എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ ആണ് നമ്മുടെ റിലേറ്റീവ് എറർ. പേഴ്സൻറ്റേജ് എറർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, റിലേറ്റീവ് എറർ ഇൻറ്റു 100, അതായത് റിലേറ്റീവ് എറർ ഇൻറ്റു 100%. അപ്പോൾ അത്രയേ ഉള്ളൂ റെപ്രസെൻറ്റേഷൻ ഓഫ് എറേഴ്സ്. റിലേറ്റീവ് എറർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ആബ്സല്യൂട്ട് എറർ ടു ദ ട്രൂ വാല്യൂ. അതായത് ആബ്സല്യൂട്ട് എറർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എ ആണെന്ന് വിചാരിച്ചോ. ആബ്സല്യൂട്ട് എറർ എ എം എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ ആണ് നമ്മുടെ റിലേറ്റീവ് എറർ. പേഴ്സൻറ്റേജ് എറർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, റിലേറ്റീവ് എറർ ഇൻറ്റു 100, അതായത് റിലേറ്റീവ് എറർ ഇൻറ്റു 100%. അപ്പോൾ അത്രയേ ഉള്ളൂ റെപ്രസെൻറ്റേഷൻ ഓഫ് എറേഴ്സ്. അപ്പോൾ റൂൾസ് ഫോർ വേരിയസ് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ നമുക്ക് 5 റൂൾസ് ഉണ്ട്. ഒന്ന് അഡീഷൻ റൂള്. ഇപ്പം എക്സ് എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും അഡീഷനാണ്. അപ്പം ഇതിലെ എറർ എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എയിലുള്ള എറർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എയും ബിയിലുള്ള എറർ ഡെൽറ്റ ബിയുമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എറർ ഇൻ എച്ച് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആയിരിക്കും. നമുക്കിവിടെ റിലേറ്റീവ് എററും പെർസെൻറ്റേജ് എററും ഒക്കെയാണ് നമുക്കിവിടെ മസ്റ്റായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുമ്പം നമുക്ക് ഇതാണല്ലോ അതിൻ്റെ ട്രൂ വാല്യൂ. ഇത് നമ്മൾ അബ്സല്യൂട്ട് എറർ. അപ്പം ഇതാണ് അതിൻ്റെ റിലേറ്റീവ് എറർ അല്ലേ. നേരെ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എ പ്ലസ് ബി ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി, ഇതാണ് അതിൻ്റെ റിലേറ്റീവ് എറർ. ഇനി ഇതിനെ പേഴ്സൻറ്റേജ് എറർ ആക്കാൻ എന്ത് ചെയ്യണം? ഒന്നുമില്ല, 100 കൊണ്ട് ഗുണിച്ചാൽ മതി, അത്തരം പേഴ്സൻറ്റേജ് ആണ്. അടുത്ത ഇനിയും നമുക്ക് തരുവാണ് സബ്സ്ട്രാക്ഷൻ റൂളാണ് അടുത്തത്. എച്ച് = എ മൈനസ് ബി. അപ്പോൾ എറർ ഇൻ എക്സ് എന്ന് പറയുന്നത്, എറർ ഒരിക്കലും നമ്മൾ കുറയ്ക്കാൻ പാടില്ല, എററുകൾ എപ്പോഴും കൂട്ടാനേ പാടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാമല്ലോ. എന്ത് ചെയ്യുക? ഡെൽറ്റ എസ് ബൈ എക്സ് ആണ് റിലേറ്റീവ് എറർ. നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം അത്രേ ഉള്ളൂ. ഇനി അടുത്തത് പ്രോഡക്റ്റ് റൂള്. പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ എച്ച് = എ ബി ആണ്. എറർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റിലേറ്റീവ് എററുകൾ തമ്മിൽ കൂട്ടുക. ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി, ഇത്രേ ഉള്ളൂ. അടുത്ത റൂള് പവർ റൂള്. പവർ റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എയുടെ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഡെൽറ്റ എ ബൈ എ. ഇനി എന്ത് ചെയ്യണം?
ഈ പവറിനെ പിടിച്ച് സൈഡിലിടുക. ഇതാണ് പവർ റൂൾ. ഒരു എക്സാമ്പിൾ തരാം. ഈ പവർ റൂളിന് എക്സ് ഈസ് ഈക്വൽ ടു എ റേസ് ടു പി ബി റേസ് ടു ക്യൂ ബൈ സി റേസ് ടു ആർ എന്ന് തരുവാണെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ റിലേറ്റീവ് എററാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റിലേറ്റീവ് എറർ സി റേസ് ടു ആറിന് എന്ത് ചെയ്യാം? നമുക്ക് സി റേസ് ടു മൈനസ് ആർ എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതുമ്പം എ റേസ് ടു പി ബി റേസ് ടു ക്യൂ സി റേസ് ടു മൈനസ് ആർ. ഇനി നമ്മൾ പ്രോഡക്റ്റ് റൂൾ നമ്മൾ ചെയ്ത പോലെ ഇതിൻ്റെ റിലേറ്റീവ് എററുകളെടുത്ത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഡെൽറ്റ സി ബൈ സി. ഇനി എന്ത് ചെയ്യണം? ഈ പവറുകളെടുത്ത് പിടിച്ച് ലെഫ്റ്റ് സൈഡിൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ പി വരും, ഇവിടെ ക്യൂ വരും, ഇവിടെ വരുമ്പോൾ മൈനസ് ആറല്ല പ്ലസ് ആറ് തന്നെ വരും. കാരണം എററുകൾ കുറയ്ക്കാറില്ല, നമ്മൾ കൂട്ടാറേ ഉള്ളൂ. ഇനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ ആർ 10.5 പ്ലസ് ഓർ മൈനസ് 0.2 സെൻറ്റിമീറ്റർ ആൻഡ് 5.2 പ്ലസ് ഓർ മൈനസ് 0.1 സെൻറ്റിമീറ്റർ. കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ. പ്രോബ്ലം വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നിരിക്കുന്നത് എടുത്തെഴുതുക. തന്നിരിക്കുന്ന എടുത്ത് എഴുതുക. തന്നിരിക്കുന്ന എടുത്ത് കഴിഞ്ഞു. ഇതിനകത്ത് പെരിമീറ്ററാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. പി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി. 2 ഇൻറ്റു എൽ പ്ലസ് ബി. ഇനി നമുക്ക് ഈ ട്രൂ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ പി ഈസ് ഈക്വൽ ടു 10.5 പ്ലസ് 5.2 15.7 എന്ന് കിട്ടും. ഇനി 50.7 ഇൻറ്റു 2 എന്ന് പറയുന്നത് 31.4 ആണ്. 31.4 ആണ്. അത്രയും സെൻറ്റിമീറ്റർ. തീർന്നില്ല. ഇനി എറർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എറർ ഡെൽറ്റ പി എന്ന് പറയുന്നത് 2 ഇൻറ്റു ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ ബി. എററുകൾ നമുക്ക് അതുപോലെ ഒന്ന് കൂട്ടി നോക്കാം. 0.6 എന്ന് കിട്ടും. അപ്പം നമുക്ക് പെരിമീറ്റർ കിട്ടും പി പ്ലസ് ഡെൽറ്റ പി വിച്ച് ഈസ് ഈക്വൽ ടു 31.4 പ്ലസ് ഓർ മൈനസ് 0.6 അത്രയും സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് വയർ ഗിവൺ ബൈ റോ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ വെയർ ആർ ഈസ് ദ റേഡിയസ് ഹാവിംഗ് വാല്യൂ ഓഫ് 0.2 പ്ലസ് ഓർ മൈനസ് 0.02 സെൻറ്റിമീറ്റർ. R is the resistance of 60 plus or minus 2 ohm and L is the length of 150 plus or minus 0.1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് എററാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത്? ഈ റോയുടെ പെർസെൻറ്റേജ് എറർ നമുക്കറിയാം. റിലേറ്റീവ് എറർ ഇൻറ്റു 100% ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ എല്ലാം എടുത്തെഴുതാം. 0.2 ആണ് നമ്മുടെ റേഡിയസ്, 60-ൻ്റെയാണ് റെസിസ്റ്റൻസ്, 150-ൻ്റെയാണ് ലെങ്ത്. അത് നമ്മൾ എടുത്തെഴുതി. ഇനി നമുക്ക് റിലേറ്റീവ് എറർ എൻ റോ കണ്ടുപിടിക്കണം. ഡെൽറ്റ റോ ബൈ റോ. ഡെൽറ്റ റോ എന്ന് പറയുന്നത് ഈ ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ ആർ ബൈ എൽ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പവർ റൂളിനകത്ത് പറഞ്ഞ പോലെ ഉണ്ടാവും. ഇവിടെ ചെയ്ത പോലെ നമ്മൾ ഇവിടെയും ചെയ്യുന്നു. ഈ ഇക്വേഷന് പൈ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പൈ നമുക്ക് എടുക്കണ്ട. പൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൽ എറർ ഉണ്ടാവത്തില്ല. എറർ ഉണ്ടാവുന്നത് നമ്മൾ ഈ മെഷർ ചെയ്യുന്ന ഈ സാധനത്തിലാണ്. ഓക്കെ, ആർ സ്ക്വയറിലുള്ള റിലേറ്റീവ് എറർ എത്രയാണ്? ഡെൽറ്റ ആർ ബൈ ആറ്
ഇവിടെ ആർ സ്ക്വയറാണ്, അപ്പോൾ പവർ സൈഡിൽ എഴുതിയെടുത്തു. അടുത്തത് റെസിസ്റ്റൻസ് ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ്, ഇവിടെ എല്ല് ലെങ്ത് ആണ്, അത് ഡിനോമിനേറ്ററിലാണ്. L⁻⁻1 എന്ന് വരും. സൈഡിലോട്ട് എടുക്കുമ്പം -50 നമ്മൾ കണക്കാക്കുന്നില്ല, നേരെ അങ്ങ് കൂട്ടിയാൽ മതി. എറർ കണ്ടുപിടിക്കാൻ പറയുവാണ് ഇതിനകത്ത്. ഡിനോമിനേറ്റർ ഇവിടെ ആണല്ലോ എന്ന് പറഞ്ഞ് കുറയ്ക്കാൻ നിൽക്കരുത്, നേരെ കൂട്ടി എഴുതുക. ഡെൽറ്റ എൽ ബൈ എൽ. ഇപ്പോൾ ഇക്വേഷനുമായി വാല്യൂസുമായി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാമല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 0.2340 എന്ന് കിട്ടും. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പേഴ്സൻറ്റേജ് എറർ കാണാനാണ്. നമ്മളിവിടെ റിലേറ്റീവ് എററാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇൻറ്റു 100 ചെയ്താൽ മതി, വേറൊന്നും ചെയ്യണ്ട. രണ്ട് സാധനം മാറ്റി കുത്തിയിടുമ്പം ±23.40% എന്ന് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ.